മുല്ലത്താറായില് വെണ്ണീല ചേലോടെ പൊൻതിരിവട്ടം തെളിഞ്ഞേ. അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. ചെമ്പൻ മൂടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ. ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. മനോഹരമായ ഒരു ഗാനം. ഇത് കേരളത്തിലെ എല്ലാവരുടെയും ചുണ്ടിൽ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും ആലപിക്കുന്ന ഒരു മനോഹരമായ ഒരു പാട്ടാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പാട്ടിന്റെ സൃഷ്ടിയാണ് ഇരിക്കുന്ന ഒരാൾ. കലാകാരന്മാരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ചില കലാകാരന്മാരെ പൊതുസമൂഹത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് വൈകണമെന്ന് മാത്രം. കിഷോർ ചേലക്കര, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കിഷോർ ഏട്ടാ. ഞാൻ തുടക്കം പറഞ്ഞൊരു കാര്യം, ചില സമയങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം തൊടുന്ന ചില സമയങ്ങളുണ്ട്. അത്തരത്തിലൊരു സമയത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ചെറുപ്പം മുതലേ പാട്ടുകൾ എഴുതുന്നു, എന്നാൽ ശ്രദ്ധിക്കുന്ന ഒരു നിമിഷം. ഈ ഒരു ഒറ്റ ഗാനം തന്നെ ഇപ്പോൾ മലയാളിക്കരെ ആകെ ഇങ്ങനെ അലയടിക്കുകയാണ്. കിഷോറേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഷോറേട്ടന്റെ ഈ ഗാനമല്ല, അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്. അതിലൂടെയാണ് കിഷോറേട്ടൻ പുറംലോകത്തേക്ക് ശ്രദ്ധ പതിപ്പിച്ചത്. ഞാൻ എന്തായാലും ആ ഒരു മാജിക് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്. ഈ മാജിക് ഒന്ന് പറഞ്ഞു തരാമോ? മാജിക് ഇതിനെ കുറിച്ച് ഞാൻ പറയാൻ എനിക്കറിയില്ല. കാരണം ഉടക്കോലും ഇതൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല ഞാൻ. ഇതിൽ പാട്ടുകൾ സാധാ ചുണ്ടുകൊണ്ട് വായിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഇൻസ്ട്രുമെന്റ് സാധാരണ നമ്മുടെ മലയാള സിനിമയിലൊക്കെ ഉപയോഗിക്കുന്നത് ചുണ്ടുകൊണ്ടാണ്. ഇതിന്റെ ബീജിങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചുണ്ടുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു സമയത്ത് വെറുതെ ഒന്ന് മൂക്കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ ശബ്ദം കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ കുറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു 6 പാട്ടോളം കരോക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ 6 പാട്ടോളം ഓൾറെഡി മൂക്കൊണ്ട് ഞാൻ വായിക്കും, കരോക്കെ വെച്ച് ചെയ്യും. പിന്നെ ഇപ്പം അടുത്ത ഘട്ടത്തിലേക്ക് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കണു. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമത മോഹൻദാസ് ഇപ്പോൾ ഈ കഴിഞ്ഞ വിഷുവിന് എനിക്ക് ഒരു സുസാറ്റോ ഫ്ലൂട്ട് അവിടുന്ന് ഗിഫ്റ്റ് തന്നു. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മമതയിലേക്ക് എത്തിയ ഒരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ പിന്നിലുള്ള ആ വരികൾ അല്ലേ? ഈ ഞാൻ ശ്രദ്ധിച്ച കിഷോറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആ എഴുതുന്ന വരികൾ ഹൃദയസ്പർശികളാണ്. അതാണ് ഏറ്റവും മനസ്സിനെ കോരിത്തിരിപ്പിക്കാന്ന് പറയില്ലേ, ആ വരികൾക്കേറിയ അർത്ഥമുള്ള വരികൾ. ഇപ്പൊ ഈ എഴുതിയ വരികൾ അതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? പാട്ടുകൾ 2002 മുതൽ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ അതിങ്ങനെ എഴുതി കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നമ്മുടെ കൂട്ടുകാരന്മാർക്ക്, അല്ലെങ്കിൽ അധികം കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആരെങ്കിലും പാടി കൊടുത്ത ഒരു സൂപ്പറായിട്ട് കിട്ടോ എന്ന് പറയും. പക്ഷേ സൂപ്പറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ കഴിഞ്ഞു. അടുത്തൊരു നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന ഐഡിയയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ പാട്ടുകൾ എന്താ പറയുക നമുക്ക് തോറ്റു പോകുന്ന പറയില്ലേ, നമുക്ക് മടുപ്പ് വരിക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് കുറേ കത്തിച്ചുളഞ്ഞ 3-4 ഡയറികളൊക്കെ ഞാൻ കത്തിച്ചുളയിലുണ്ടായി. പിന്നെ അതിനുശേഷം വീണ്ടും എഴുത്ത് നമ്മളാ ഒരു ഇഷ്ടമുള്ള കാരണം കൊണ്ട് നമുക്കറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട് എഴുതുന്നു. അങ്ങനെ എഴുതി വന്നു. ഇപ്പോൾ വീണ്ടും ഈ മൂക്കുകൊണ്ടുള്ള റെക്കോർഡർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വ്ളോഗർമാർ വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്ക് ഞാൻ കുറേ വ്ളോഗർമാർ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതായിരിക്കും ഒരു വഴി എന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ 2 പേര് 3 പേർക്ക് ഞാൻ പാടി കൊടുക്കാം എൻ്റെ പാട്ടുകൾ. അപ്പോഴെങ്കിലും ആരെങ്കിലും എൻ്റെ പാട്ട് കേട്ടിട്ട് ആ പാട്ട് നന്നായിട്ടുള്ള നമുക്കത് ഇറക്കാം. പക്ഷേ ആ പാട്ടുകളുടെ ആ വരികൾ ചിലർ മൂളിപ്പാട്ടായി പാടി, അതാണ് ഇപ്പോൾ തരംഗമായത്. അതിലേക്ക് വന്ന യാത്ര എങ്ങനെയാണ്? അതിലേക്ക് ഒരു വ്ളോഗർക്ക് ഞാൻ പാട്ട് പാടി കൊടുത്തതാണ്. ഒരു 3 വരിയോളം പാടി, 2-3 വ്ളോഗർമാർക്ക് പാടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പാടി കൊടുത്ത ഒരു വ്ളോഗർക്ക് പാടി കൊടുത്തതിൽ ആള് പാടിയപ്പോൾ ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. ആളെൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, കിഷോർ അതൊക്കെ കുഴപ്പമില്ല, നിന്റെ പാട്ട് തന്നെയാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പറഞ്ഞു. ആ പാട്ട് ആൾക്കാർ ഏറ്റെടുത്തു. അങ്ങനെ കാസർഗോഡുള്ള ഒരു ജയരഞ്ജിത എന്ന് പറഞ്ഞ കുട്ടിയാണ് ആ പാട്ട് പാടിയിരുന്നത്. പക്ഷെ അതിൽ വരികൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, ട്യൂണിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാൻ എഴുതിയൊരു പാട്ട് അങ്ങനെ അല്ലാതെ ഇങ്ങനെയാണ് എന്ന് പറയാൻ എനിക്കൊരു വേദിയില്ല. നമുക്കവിടെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല.
ഒരിക്കലും ഞാൻ ആ പാടിയ കുട്ടിയെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ പാട്ട് ഇഷ്ടമായത് കൊണ്ടാണ് ആ കുട്ടി പാടിയിട്ടുള്ളത്. പക്ഷെ പാടി കേട്ടത് ശരിയായിട്ടല്ല. അപ്പൊ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെ ആണ്, അതിന്റെ ശരിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ആ പാട്ടാണ് ദാ ഈ ആൽത്തറ വരെ നമ്മളെ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് ആ പാട്ടിന്റെ ബാക്കിയുള്ള 2 വരി ഒന്ന് പാടിത്തരൂ. തീർച്ചയായിട്ടും. ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിട്ടും മാറിയില്ല അവളെന്റെ മുന്നിൽ നിന്നും, ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ, പാതിരാ നേരത്ത് രാമുല്ല പൂത്ത പോൽ പെണ്ണേ നിന്നഴക്, ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പെണ്ണേ നിന്നഴക്. പെണ്ണിന് അഴകുള്ള പെണ്ണ് അല്ലെ? തീർച്ചയായിട്ടും 7 അഴകുള്ള പെണ്ണ്. അതെ. ഈ കുടുംബത്തിലും 7 അഴകുള്ള ഒരു ഭാര്യയുണ്ട്, അവരും ഒരു കലാകാരിയാണ്, മകളും ഒരു കലാകാരിയാണ്. എങ്ങനെ പോകുന്നു ലൈഫില്? സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫ് നന്നായി പാടും. ഇപ്പൊ 5 പാട്ട് ഇറങ്ങി ചെയ്തിട്ടുണ്ട്. ലിറിക് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. 123 മ്യൂസിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. രതീഷ് വേഗ സാറാണ് അത് ചെയ്തിട്ടുള്ളത്. രതീഷ് വേഗ സാറിന്റെ അടുത്തേക്ക് മോഹൻദാസാണ് അവിടേക്കാണ് വരുന്നത്. ഈ പാട്ട് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ അടക്കം ജനങ്ങളെ ഏറ്റെടുക്കുന്നു. മമത നേരിട്ട് വരുന്നു. അവിടെ നിന്ന് ഇന്ന് ഇവിടം വരെയും രതീഷ് സാറിനെ പോലെ ഒരാളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അത് പുറത്തേക്ക് വരാൻ പോകുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അമൂല്യ സമ്മാനമാണ് അങ്ങക്ക് ലഭിച്ചത് അല്ലെ? അതെന്തായാലും നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിക്കണം. അതൊന്ന് വായിച്ച് ഞങ്ങളൊന്ന് കേൾപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും. ഇതാണ് സുസാറ്റോ ഫ്ലൂട്ട്. ഇത് അമേരിക്കയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഇതാണ് എനിക്ക് മമത മേഡം ഗിഫ്റ്റായിട്ട് കഴിഞ്ഞ വിഷുവിന് സമ്മാനിച്ചത്. അപ്പൊ മൂക്കൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഗ്രഹിച്ചത്. അപ്പൊ ഞാനിതിൽ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസ് കുറവാണ്. എന്നാലും അപ്പൊ ഞാൻ ചുണ്ടുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ പാട്ടുകൾ ഇതിലും ചെയ്യണത്. മൂക്കൊണ്ട് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തായാലും നമുക്കൊന്ന് ഒരു അടിപൊളി കേൾക്കാം അല്ലെ? കേൾക്കാം. ഏതൊരു കലാകാരനും വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുക ഇപ്പൊ സംബന്ധിച്ച് കിഷോറേട്ടനെ എഴുതിയ ഗാനങ്ങളെല്ലാം തന്നെ വൈകാതെ പുറത്തേക്ക് എത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഒരു ആഗ്രഹം എന്താണ് ഇനി മനസ്സിലെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പാട്ടെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു വിധം ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കണേ. പുറത്തേക്ക് ഒരു പരിപാടിക്ക് പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് വിദേശ രാജ്യത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുറം രാജ്യത്ത് പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നാടൻപാട്ടിൻ്റെ വേദിയിൽ ഞാൻ പോയിരുന്ന ആളാണ്. ഇപ്പോൾ നാദസ്വരത്തിൻ്റെ പരിപാടിക്ക് തിരക്കുള്ളതുകൊണ്ട് അതിനും പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്കൊന്നും അങ്ങനെ ഒരു ആഗ്രഹം, സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണ്. പക്ഷെ അതാണ് ഒരു ലക്ഷ്യം. ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകണം. അത് ഒരു ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ എൻ്റെ പാട്ടുകൾ ഇനി ഒരുപാട് എഴുതണം എന്നുണ്ട്. എനിക്കത് മനസ്സിലൊരുപാട് വിഷയങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതെഴുതി ഇനിയും ഇതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കിഷോറേട്ടാ, ഒരുപാട് കലാകാരന്മാരെ വിവിധ സ്ഥലങ്ങളിൽ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കാൻ
കഴിഞ്ഞ ജില്ലയുടെ സ്വന്തം ചാനലാണ് TCB ഈ ഒരു ആലിന്റെ തറയിലിരുന്ന ഹൃദയപൂർവ്വം പങ്കുവെക്കുന്ന ഒരു കാര്യം എന്നറിയോ, ഇനി കിഷോറേട്ടന്റെ കാലാണ്. കിഷോറേട്ടന്റെ മനസ്സിലൊരു നന്മയുണ്ട്. കിഷോറേട്ടനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കിഷോറേട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലേ, ഞാൻ ചോദിച്ചു നോക്കാം. കിഷോറേട്ടൻ എന്താ ചെയ്യുന്ന ജോലി? അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. എന്ത് പണിക്കും പോവും. കാരണം പരിപാടി സമയങ്ങള് നാസർ പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പൊ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാല പണികളൊന്നും ഉണ്ടാവില്ല. എന്ത് പണിയാണ്, ചിലപ്പോ തേപ്പ് പണിക്ക് പോവും, അതിനാവും ചിലപ്പോൾ വിളിക്കാം, ചിലപ്പോൾ പെയിന്റിങ്ങിനാവും, ചിലപ്പോൾ വർക്കപ്പണി, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇന്നലെ വരെ പോയിരുന്നത് അങ്ങനത്തെ പണികൾക്ക് തന്നെ. ഞാനതാ പറഞ്ഞത്, ഒരു കലാകാരന് വേണ്ടത് യഥാർത്ഥത്തിൽ ദൈവസ്നേഹവും ഒപ്പം ആ ഒരു വിനയവും ഒക്കെയാണ്. അത് ധാരാളമായി ഇപ്പം ഉണ്ട്. ഞങ്ങൾ ഉറപ്പ് തരുന്നു, തീർച്ചയായും ഇനിയുള്ള നാൾ കിഷോറേട്ടൻ്റെ നാളുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു നാടൻ പാട്ടൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് കിഷോറേട്ടൻ. വടക്കേലന്റെ പാപ്പനും പോയേ, വടക്കേലന്റെ കുഞ്ഞമ്മൻ പോയേ, കാരാൻ തോട്ടുമാലക്ക് ഇറ്റയ്ക്കും പോയി. ഒന്നുണ്ട് കേക്കണം ഞാഞ്ഞേ, ഒന്നുണ്ട് കേക്കണം കുഞ്ഞാഞ്ഞേ, നമ്മടെ ലപ്പനമ്മേനെ കാണാനൂല. നിനക്ക് 8 വയസ്സ്, എനിക്ക് 10 വയസ്സ്, നമ്മളീ പാതിര നേരോ എന്ന് പോവാ. മനോഹരമായ ഒരു നാടൻ പാട്ട്. എനിക്ക് തോന്നുന്നു വീടും ഇതുപോലെ തന്നെ സംഗീതത്താൽ അല്ലേ? അതെ അതെ അതെ. നമുക്ക് പ്രീതമ്മേനെ ഒന്ന് വിളിക്കാം. പ്രീതമ്മയുടെ പേര് മിഥില. അപ്പൊ ഒന്ന് നീട്ടി വിളിച്ചോ. മിഥില. അപ്പൊ എനിക്ക് ആദ്യം പാട്ട് കേൾക്കണം. പാട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോവാം. അതെ. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ ചെയ്ത 5 പാട്ടുകളിലെ ഒരെണ്ണം ഞാനാണ് പാടിയിട്ടുള്ളത്. അത് ഞാൻ പാടാം. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ, നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ, നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി. കൊഞ്ചി കൊഞ്ചിയേറെ നടന്നില്ലേ നീ, എന്റെ പിറകെ നടന്നില്ലേ കള്ളക്കറുമ്പ. കൊഞ്ചി കൊഞ്ചിയേറെ നടന്നില്ലേ നീ, എന്റെ പിറകെ നടന്നില്ലേ കള്ളക്കറുമ്പ. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ, നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി. കാലിൽ ചിലമ്പി നിൽക്കും കുഞ്ഞു ചിലങ്ക, നിന്റെ പാട്ടു കേൾക്കാനേറെ കൊതിച്ചു പോയി. ഓ കാലിൽ ചിലമ്പി നിൽക്കും കുഞ്ഞു ചിലങ്ക, നിന്റെ പാട്ടു കേൾക്കാനേറെ കൊതിച്ചു പോയി. ആലിലയിൽ വിരിയും ഒരു താലി, എന്റെ മാറിലണിയില്ലേ കള്ളക്കറുമ്പ. ആലിലയിൽ വിരിയും ഒരു താലി, എന്റെ മാറിലണിയില്ലേ കള്ളക്കറുമ്പ. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ, നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ, നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി. ലജി, യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഭാഗ്യമാണ്. സ്വന്തം ഭർത്താവ് എഴുതുന്നു, ആ വരികൾ പാടാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരുന്നു? ഇല്ല, ഇതിപ്പോ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള അവസ്ഥയിലാണ്. കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പാട്ടൊരെണ്ണം അല്ലെങ്കിൽ നമുക്ക് പാടണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് ദൈവം സമ്മാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഭർത്താവ് എഴുതി, അദ്ദേഹം മ്യൂസിക് ചെയ്ത പാട്ട് രതീഷ് വൈഗ സാറിനെ പോലുള്ളൊരു സാറിന്റെ മുന്നിൽ നമുക്കത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. മിഥിലേച്ചി മാത്രല്ല, ഇതെവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്കുറുമ്പിയുണ്ട്. ആളും ജൂനിയർ ഗായികയാണ് അല്ലെ? ചക്കര പാട്ടൊക്കെ പാടുവോ? എങ്ങനെയാണ്? ചെറിയ രീതിയിലൊക്കെ ആള് നമുക്കൊന്ന് കേട്ടു നോക്കാം. പേരെന്ന് പറഞ്ഞു തരുമോ? ഈ പേരാരാ കൊണ്ടുവന്നത്? ആരാ കണ്ടുപിടിച്ചത്? അച്ഛനാണല്ലേ? ഇപ്പൊ ഏത് പാട്ടാ ഞങ്ങക്ക് പാടിത്തരുന്നത്? അച്ഛൻ മ്യൂസിക് ചെയ്ത പാട്ട് പൂഞ്ചോലക്കരതൻ. അപ്പൊ അമ്മയാണെങ്കിലും മോളാണെങ്കിലും ഒക്കെ അച്ഛന്റെ പാട്ടുകളാണ് അല്ലേ? അത് ഞങ്ങൾക്ക് പാടി തരുമോ എന്നാ? പൂഞ്ചോലക്കരതൻ മാറിലൊരു ഞാലു തീർത്തു, പൊന്നോടക്കുഴലിൽ മാനസരാഗമഴ പെയ്തു.
പൂങ്കാറ്റിനെന്തു ചന്തമാ അഴകേ നീ പറയൂ കൺമണിയെ എൻ്റെ പൊന്മണിയെ ഓ ഓ ഓ കാലത്തു നേരത്ത് കുന്നത്തെ മഞ്ചാടി മാമരച്ചോട്ടിലെ വെള്ളരങ്കല്ലിന്റെ ചേലുത്ത കണ്ണുള്ള സുന്ദരി പെണ്ണാളെ പോരുമോ പോരുമോ നീ എൻ്റെ മണവാട്ടിയായി മുന്തിരിച്ചാറു തരാം തേനു തരാം വടാമലർ ചെണ്ടു തരാം തുളസി മാല ചർത്തിടാം പൂഞ്ചോലക്കരതെ മാറിലൊരു ഞാലു തീർത്തു പൊന്നോട കുഴലിൽ മാനസരകമഴ പെയ്തു. കിഷോറേട്ടാ, ഇതിൽ പരം ഒരു ഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം നമ്മുടെ കുടുംബത്തിൽ എന്താ ഉണ്ടാവുക അല്ലേ? സംതൃപ്തനല്ലേ? അതെ, തീർച്ചയായിട്ടും. തീർച്ചയായും എന്ന് പറയുമ്പോൾ ഇനിയുള്ള മുന്നോട്ട് കിഷോറേട്ടൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാധ്യത തുറന്നിട്ടിരിക്കുകയാണ്. മലയാളി അങ്ങനെയാണ്, ചേർത്ത് പിടിക്കും. പ്രത്യേകിച്ച് കലാകാരന്മാരെ ധാരാളം അവസരങ്ങൾ ഇനി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല വരികൾ എഴുതട്ടെ, അതെല്ലാം ഹൃദയസ്പർശിയായി തീരട്ടെ എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനിയും എല്ലാവരും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനിയും ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരുടെ മുന്നിലേക്ക് ഇനിയും ഓരോരോ പാട്ടുകളായിട്ട് ഞാൻ വരും. അതിനെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നല്ലൊരു പ്രൊഡ്യൂസർ ഇനിയും കിട്ടുകയാണെങ്കിൽ ഇനിയും പാട്ടുകളുണ്ട്. ഇപ്പോൾ 123 മ്യൂസിക്സ് ആണ് ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. രതീഷ് വക സാറിനും മമത മേഡത്തിൻ്റെ രതീഷ് വക സാറിന് 123 മ്യൂസിക്സിന് ഒരുപാട് നന്ദി. പിന്നെ പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം എല്ലാ മലയാളികൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഞങ്ങളുടേതായി വന്നിരിക്കുന്നത് ചേലക്കരയുടെ ഇങ്ങേയറ്റം തോന്നൂർക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. കിഷോറേട്ടൻ്റെ ഗ്രാമമാണ്. ഗ്രാമം എന്നുപരി നമുക്കറിയാം ചേലക്കര ഏറ്റവും മനോഹരമായ പ്രദേശമാണ്. അതിൽ തോന്നിയൂക്കര അതിലും മനോഹാരിതയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്ര സുന്ദരമായ ഒരു ഗ്രാമം, നിഷ്കളങ്ക ഗ്രാമം. എന്തായാലും ചേലക്കരക്കാർക്ക് ഇനി അഭിമാനത്തിന്റെ നാളുകൾ തന്നെയാണ്. കിഷോറേട്ടനെ പോലെ ഒരു അനുഗ്രഹീത, കിഷോറേട്ടൻ മാത്രമല്ല കേട്ടോ, അതാ അവിടെ നിൽക്കുന്ന ആളും ഇവിടെ നിൽക്കുന്ന കുഞ്ഞും എല്ലാം ഈ ചേലക്കരയുടെ ഒരു അഭിമാനമായി മാറട്ടെ, കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ, മലയാളിയുടെ അഭിമാനമായി മാറട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ തിരക്കുകളുടെ ഇടയിലും ഞങ്ങളോടൊപ്പം അല്പനേരം ചേർന്നതിന്. എല്ലാവിധ ഭാവങ്ങളും ടീം TCV നേരുകയാണ്.